ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു റുബിൻസ് വ്ലോഗ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് നോമ്പ് തുറക്കാൻ പോയ വിശേഷങ്ങളും പിന്നെ അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളുമാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ ഇതാ നമ്മൾ എൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഉപ്പയും ഉമ്മയൊക്കെ നല്ല സന്തോഷമാണ് കേട്ടോ നമ്മളെ കണ്ടതിൽ. അപ്പോൾ മോന് 10th ആയതുകൊണ്ട് തന്നെ ഞാൻ പോയിട്ടില്ലായിരുന്നു കേട്ടോ. വിത്താത്ത ഇളീനൊക്കെ നോമ്പ് തുറന്നിട്ട് പോയി. അപ്പോൾ അന്നൊന്നും വിളിച്ചപ്പോൾ ഞാൻ ചെന്നിട്ടില്ല കേട്ടോ. അപ്പോൾ കുറേ ദിവസമായിട്ടോ അവർ പറയുന്നു ഒന്ന് വാ നോമ്പ് തുറക്കാൻ വാന്ന്. അപ്പോൾ അങ്ങനെ മോന് ക്ലാസ് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പോവാഞ്ഞത്. അപ്പോൾ ദാ നോമ്പ് ലാസ്റ്റായി തുടങ്ങിയല്ലോ, ഇനി നോമ്പ് തുറക്കാൻ ചെന്നിട്ടില്ലെങ്കിൽ ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഇനി പെരുന്നാൾ കഴിഞ്ഞിട്ടേ ക്ലാസ്സുള്ളൂ എന്ന് കേട്ടപ്പോൾ പെട്ടെന്ന് തന്നെ പോയതാണ്. അപ്പോൾ അവിടെ എത്തി നോക്കിയപ്പോൾ ഉമ്മ എല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. പൊറോട്ട ഉണ്ടാക്കുന്നുണ്ട്, കട്ട്ലറ്റ്, സമൂസ, അങ്ങനെയുള്ള എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴേക്കും 5:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പൊറോട്ടയ്ക്ക് ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചെന്നിട്ട് ജ്യൂസ് അടിക്കുന്ന ഒരു പണി മാത്രമേ എനിക്കുണ്ടായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ മാങ്ങയാണ് ജ്യൂസ് അടിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ജ്യൂസ് അടിച്ച് കഴിഞ്ഞ് സമൂസ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മ. ഉമ്മയായാലും ഉപ്പയായാലും എന്നോടാണെങ്കിലും കുട്ടികളോടാണെങ്കിലും ഒക്കെ ചോദിക്കും കേട്ടോ എന്താ ഉണ്ടാക്കേണ്ടത് എന്നൊക്കെ. അപ്പോൾ മീന് പറഞ്ഞതാണ് കേട്ടോ കട്ട്ലറ്റ് വേണമെന്നൊക്കെ, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ അതുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ മെയിൻ ഫുഡായിട്ട് ഉണ്ടാക്കുന്നത് പൊറോട്ടയും ചിക്കൻ കറിയാണ്. അപ്പോൾ അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നോമ്പ് തുറക്കാനുള്ള ടൈമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. എല്ലാം ടേബിളിലേക്ക് സെറ്റ് ചെയ്ത് വെച്ച് ഞങ്ങളെല്ലാവരും ഇങ്ങനെ ബാങ്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ കുട്ടികളും ഞങ്ങളും ഉപ്പയും ഉമ്മയും എല്ലാവരും ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബാങ്കൊക്കെ കൊടുത്ത് നമ്മൾ നോമ്പൊക്കെ തുറക്കാൻ തുടങ്ങുകയാണ്. പിന്നെ എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് നോമ്പൊക്കെ തുറക്കുമ്പോൾ അൽഹംദുലില്ലാ ഒരു സന്തോഷം തന്നെയാണല്ലോ. അപ്പോൾ പിന്നെ ഇതിലേക്ക് ഇത്താത്തയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമാവുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഞാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വരണം വരണം എന്നുണ്ട്, പക്ഷെ അങ്ങനെ ഇതില്ലാത്തതുകൊണ്ട് അവൾ വന്നിട്ടില്ല. പിന്നെ ഞാൻ പിറ്റേ ദിവസമാണ് കേട്ടോ ഇത്. പിറ്റേ ദിവസം ഉച്ചക്കായിട്ടുണ്ട്. അപ്പോഴേക്കും ഞാനൊന്ന് കിച്ചണിലേക്ക് വന്നപ്പോൾ കിച്ചണൊക്കെ ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ അന്നത്തെ ദിവസം 27 രാവാണ് കേട്ടോ. അപ്പം ഉമ്മ നെയ്യപ്പം ചുടാൻ വേണ്ടിയിട്ട് മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പിന്നെ ഉമ്മ നിസ്കരിക്കുന്നു. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഉമ്മ നെയ്യപ്പം ചുടുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയൊരു ഭാരമൊന്നും ഉണ്ടാവില്ലല്ലോ. നമുക്ക് എല്ലാം ഇങ്ങനെ കണ്ടിരുന്നാൽ മതിയാവും. പിന്നെ എന്തെങ്കിലും ഒന്ന് സഹായിച്ചു കൊടുത്താലും മതിയാവും. പിന്നെ അപ്പോൾ ഉമ്മ പറഞ്ഞ് അടിച്ചു വാരിയിട്ടില്ല, ഒന്ന് അടിച്ചു വാരിയാൽ മതി, വേറെ ജോലികളൊന്നുമില്ല, ബാക്കിയൊക്കെ ഞാൻ തീർത്തിട്ടുണ്ട്, മുറ്റടിക്കലും എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഉമ്മ പറഞ്ഞ്. അപ്പോൾ ഞാനിതാ ഒന്ന് സിറ്റ് ഔട്ടും അകൊക്കെ ഒന്ന് അടിച്ചു വാരിയിടുകയാണ്. ഞാനിങ്ങനെ അടിച്ചൊക്കെ വരുമ്പോൾ ഇങ്ങനെ എത്താത്തന്നെ ഓർക്കുക കേട്ടോ. ഞങ്ങൾ ആദ്യമൊക്കെ ഒരാൾ അടിച്ചു വരികയാണെങ്കിൽ ഒരാൾ തുടക്കുക, അങ്ങനെയാണ്. ഇപ്പോൾ പോയാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഒരാളൊരു പണിയെടുക്കുകയാണെങ്കിൽ മറ്റേ ആൾ വേറൊരു പണി, അങ്ങനെയാണ്. അപ്പോൾ അടിച്ചു വരുമ്പോൾ ഇങ്ങനെ കച്ചറ കൂടും കേട്ടോ. കാരണം ഞാൻ അടിച്ചു വാരിയതാണ്, ഇനി തുടക്കണം, അല്ലെങ്കിൽ ഇനി ഞാൻ തുടച്ചതാണ്, ഇനി അങ്ങനെ ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അടി കൂടും. അതൊക്കെ ഇങ്ങനെ ഓർക്കുക കേട്ടോ. ഇത് രസമായിരുന്നു അല്ലേ, നമ്മൾ ആ ചെറുപ്പത്തിലുള്ള ഓർമ്മകളൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വരുമ്പോൾ ഭയങ്കര ഒരു സുഖമാണ് കേട്ടോ. അപ്പോൾ അന്നത്തെ അടികളൊക്കെ അന്ന് ഭയങ്കര ഇതായിരിക്കും, പക്ഷേങ്കിൽ ഇന്ന് ഓർക്കുമ്പോൾ ചിരി വരും കേട്ടോ ഓരോ കാര്യങ്ങളും. അപ്പോൾ ഒന്നുമില്ല കേട്ടോ അടിച്ചൊന്ന് വാരാൻ വേണ്ടിയിട്ട്. എന്നാലും നമ്മൾ അടിച്ച് വാരിയിട്ടില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ. നമ്മൾ എല്ലാം ഒന്ന് ഇങ്ങനെ റെഡിയാക്കുകയാണ്. അപ്പോഴേക്കും ഉമ്മ മിക്സിയിൽ പിന്നെ ഉള്ളിയൊക്കെ അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ചിക്കനൊക്കെ പുരട്ടി വെച്ചിരുന്നു നമുക്ക് കട്ട്ലറ്റിലേക്കൊക്കെ ഉള്ള. അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പിന്നെ ഓരോന്നും ഇങ്ങനെ ചെയ്ത് വെച്ചതിൻ്റെ കൂടെ ഇങ്ങനെ കൂടിക്കൊടുത്ത അമ്മക്കെല്ലാം ഇഷ്ടമാണ് കേട്ടോ. അത്രയേ ഉള്ളൂ കേട്ടോ ഞാൻ ചെയ്യുന്നത്. നമ്മളിത് ഇവിടെ ആകുമ്പോൾ, നമ്മളെ വീട്ടിലാവുമ്പം ഭയങ്കര ഒരു എന്താ പറയുക, എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ നോക്കണ്ടേ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നല്ല രസമാണ്. കപ്പയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കപ്പ. അപ്പോൾ നല്ല കപ്പയായിരുന്നു കേട്ടോ, നല്ല ഉടയുന്ന സൈസ്. തലേ ദിവസം കട്ട്ലറ്റിൻ്റെ രസം പിടിച്ചിട്ട് പിറ്റേ ദിവസം കട്ട്ലറ്റ് തന്നെ മതി പറഞ്ഞിട്ട് അങ്ങനെ ഉമ്മ അതിനുള്ള മസാല ആക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പുറത്ത് അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ചിക്കനാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ ഇന്ന് തേങ്ങാച്ചോറ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അതിലേക്ക് തേങ്ങ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങയൊക്കെ ചിരകി കൊടുക്കുകയാണ്.
അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വേഗം ചെയ്ത് വെച്ചിട്ട് ഉമ്മാൻ്റെ വീട്ടിലേക്കൊന്ന് പോകണം. അപ്പം നമ്മൾ വരുമ്പോഴല്ലേ അങ്ങനെയൊക്കെ പോവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഓട്ടോയിൽ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകാം. അവിടുന്ന് 2 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. ഞാനും ഉമ്മയും പത്തും കൂടിയാണ് പോകുന്നത്. മീനൂറ് ഇനിയും വീട്ടിൽ തന്നെ നിന്നിട്ടുണ്ട് കേട്ടോ. അവിടെ ഉപ്പുണ്ടല്ലോ, അപ്പോൾ പിന്നെ അവർ വരുന്നില്ല അങ്ങനെ പറഞ്ഞ്. പിന്നെ പെട്ടെന്ന് തന്നെ പോയിട്ട് വരണമല്ലോ, നമുക്ക് നോമ്പ് തുറക്കാനൊക്കെ ആകുമ്പോഴേക്കും ഏകദേശം സംഭവങ്ങളൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടേ ഉള്ളൂ. ഒന്നും അങ്ങനെ ആയി എന്ന് പറയാനില്ല. ചോറ് വെച്ചിട്ടുണ്ട്, കറിയും വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്നാക്കൊക്കെ റെഡിയാക്കാനുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഉമ്മൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അമ്മായി പിന്നെ ഇതുണ്ടാക്കിയിരുന്നു പുഡിങ് ബ്രെഡിൻ്റെ. അപ്പോൾ പത്തുവിന് നോമ്പുണ്ടായിട്ടില്ല, അപ്പോൾ അവൾ അത് കഴിക്കുകയാണ്. അപ്പോൾ 27 രാവ് ആയതുകൊണ്ട് തന്നെ അവിടെയും നെയ്യപ്പം തന്നെയാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കും കേട്ടോ നെയ്യപ്പം. നമ്മൾ അയൽവാസികളൊക്കെ അങ്ങനെ തന്നെയാണ്. അവിടെ എന്താ ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ കൊണ്ടുവരും, നമ്മളെ വീട്ടിലുണ്ടാക്കിയത് അങ്ങോട്ടും കൊണ്ടുപോകും. അങ്ങനെയൊക്കെയാണ്. ആകെ ഒരു ദിവസത്തിനാണ് വന്നത്. തലേദിവസം വന്നതാ പിറ്റേ ദിവസമാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഉപ്പാൻ്റെ ആൾക്കാരെല്ലാവരും നമ്മളെ വീടിൻ്റെ താഴേക്കാണല്ലോ, വീടിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ തറവാട്. ഇറങ്ങാൻ മയ്യൊക്കെ കാട്ടിക്കൊണ്ട് അങ്ങോട്ട് പഴുത്ത ഭാര്യ കാട്ടി തരും കുഞ്ഞേ വാ വാ. അപ്പോൾ പയറ് പറിക്കാൻ വേണ്ടിയിട്ട് ഉമ്മ എന്നെയും പത്തുവിനെയും കാത്തു നിന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉമ്മൻ്റെ കൂടെ പയറ് പറിക്കാൻ വേണ്ടിയിട്ട് പത്തു വയലിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉമ്മ ഓരോന്നും ഇങ്ങനെ കാണിച്ചു തരികയാണ്, ഇങ്ങനത്തതാണ് പറിക്കേണ്ടത്, അങ്ങനെയാണ് പറിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കാണിച്ചു തരികയാണ്. ഇങ്ങനെ വല്യമ്മമാരൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു സന്തോഷം തന്നെയാണല്ലോ അല്ലേ. ഉമ്മക്ക് ഇതൊക്കെയാണ് കേട്ടോ ഒരു സന്തോഷം. നമുക്ക് പയറ് പറിച്ചു തരിക, അങ്ങനെ എല്ലാം കാണിച്ചു തരിക, അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ കൂടെ തന്നെ കൂടിയിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ നിരന്ന് വെക്കുന്നത് നമ്മളെ സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ കുറേ സ്ഥലത്തൊക്കെ പയറിങ്ങനെ വെച്ച് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, എല്ലാവർക്കും കൊടുക്കാനും നമ്മളെല്ലാവർക്കും എടുക്കാനും അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അന്ന് ഹൗസ് വാമിങ് കഴിഞ്ഞതായിരുന്നല്ലോ ഉപ്പാൻ്റെ അനിയൻ്റെ വീട്ടിൽ. അന്ന് വന്ന് പോയതാട്ടോ, പിന്നെ അങ്ങോട്ട് വന്നിട്ടേ ഇല്ല. അപ്പോൾ എല്ലായിടത്തും ഒന്ന് കയറുകയാണ് വന്ന സ്ഥിതിക്ക്. അപ്പോൾ അവിടെ ചെന്നപ്പം അമ്മായി നോമ്പറക്കുമ്പോഴേക്കുള്ള തിരക്കിലാണ്. പത്തിരിയൊക്കെ ചുടുന്നുണ്ട്. അപ്പോൾ ഇപ്പുറത്ത് അവരെ മോള് പിന്നെ എൻ്റെ കസിൻ സിസ്റ്ററാണ്. അവളിതാ പിന്നെ മൈലാഞ്ചി ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എങ്ങനെയാണെന്നുള്ളതൊന്ന് വീഡിയോ എടുത്തതാണ്. ഞാനപ്പോൾ മോളുടെ ഇൻസ്റ്റ ID ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ആവശ്യമുള്ളവരാണെങ്കിൽ അങ്ങനെ അവളായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇങ്ങനെ ചെയ്തു വെക്കുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ഓരോ ട്യൂബിലേക്കും നമ്മളിതിങ്ങനെ ട്യൂബ് വാങ്ങുക, കയ്യിലിടുക, അങ്ങനെയല്ലേ പരിചയമുള്ളൂ. ഞാനിത് ആദ്യമായിട്ടാട്ടോ കാണുന്നത് ഇങ്ങനെ ചെയ്യുന്നതൊക്കെ. ഇവള് കുറേ ആയിട്ടോ തുടങ്ങിയിട്ട്, നമ്മൾ വാങ്ങാറുണ്ട് വളർത്തുന്ന പിന്നെ ട്യൂബൊക്കെ. അപ്പോൾ ഇങ്ങനെ ട്യൂബിലേക്ക് കുറച്ച് മൈലാഞ്ചിയൊക്കെ ആക്കി അതൊക്കെ വെയിറ്റൊക്കെ നോക്കി അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ ഇതിങ്ങനെ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് നേരമൊക്കെ അതിങ്ങനെ നോക്കി നിന്ന് അവൾ ട്യൂബ് ആക്കുന്നത് എങ്ങനെയാ, നമ്മളെന്തായാലും ഇത് പിടിച്ചിങ്ങനെ മൈലാഞ്ചി ഇടുന്നത് ഇങ്ങനെ അറിയാമെന്നല്ലാതെ ഇതെന്താ ചെയ്യുന്നത് എന്ന് ഞാനിതുവരെ ചിന്തിച്ചിട്ടില്ല. പക്ഷേങ്കിൽ ആദ്യമായിട്ടാട്ടോ അവിടെ ഇങ്ങനെ കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു അതിങ്ങനെ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ട്യൂബുകൾ ഓരോന്നോരോന്നായിട്ട് അവൾ ഇങ്ങനെ റെഡിയാക്കുന്നുണ്ട്. ഇപ്പോൾ അമ്മായിൻ്റെ മോൻ്റെ വീട്ടിലേക്കാണ് എത്തിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും അടുത്തടുത്താണല്ലോ. ഓരോ വീട്ടിലും കയറി നോക്കിയപ്പോൾ ഓരോ തിരക്കിലാണ് കേട്ടോ എല്ലാവരും. ഇത് തറവാട്ടിലാണ്, അവിടെ അന്ന് തേങ്ങാച്ചോറ് തന്നെയാണ്. അപ്പോൾ അമ്മായി അത് ഇളക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ നോക്കിയാൽ പിന്നെ അതേ സമയത്ത് നമ്മളെ വീട്ടിലേക്ക് വന്ന് നോക്കിയപ്പോൾ നീനും കട്ട്ലേറ്റിന് ഇങ്ങനെ പിന്നെ എഗ്ഗിൽ ഡിപ്പ് ചെയ്ത് നമ്മളെ ബ്രെഡ് ക്രംസിലൊക്കെ ആക്കി ഇങ്ങനെ വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ വന്നത് മുസമ്പി ജ്യൂസ് അടിച്ച് അതൊക്കെ ഒന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വെക്കുകയാണ്. അപ്പോഴേക്ക് നോമ്പ് തുറക്കാൻ ടൈമായി. എല്ലാവരും ഇങ്ങനെ റെഡി ആയിരിക്കുന്നുണ്ട്. ബാങ്കൊക്കെ കൊടുത്ത് നമ്മൾ നോമ്പൊക്കെ തുറന്നു. അൽഹംദുലില്ലാ 26ാമത്തെ നോമ്പും അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഉമ്മ ഫ്രൂട്ട് കസ്റ്റാർഡ് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കുട്ടിക്ക് കൊടുക്കുകയാണ്. പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വാല്യബിളായിട്ടുള്ള കമൻറ്റുകൾ എന്ത് തന്നെയായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.